ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എ സ്റ്റഡി. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് യൂണിറ്റ് 3 ചാപ്റ്റർ 2 ആണ്. അപ്പോൾ അത് ദീദി എന്ന് പറയുന്ന ഷെയ്ൻ മിസ്ട്രിയുടെ സ്റ്റോറിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പാർട്ട് 1 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 നമ്മൾ പഠിച്ച കുറച്ച് കാര്യങ്ങളൊന്ന് ബ്രീഫായിട്ട് നോക്കാം. ഷെയ്ൻ മിസ്ട്രിയുടെ റിയൽ ലൈഫ് സ്റ്റോറിയാണ്. ഷെയ്ൻ മിസ്ട്രി ആകാശ ഫൗണ്ടേഷൻ്റെ CEO ആണ്. ഇതൊക്കെ മനസ്സിലാക്കുക. പിന്നെ ഷെയ്ൻ മിസ്ട്രിക്ക് എങ്ങനെ ആകാംക്ഷ ഫൗണ്ടേഷന് ഉണ്ടാക്കി എന്നുള്ളതിൻ്റെ ഒരു സ്റ്റോറിയാണ് കേട്ടോ ഇത്. അപ്പോൾ അവർ പല ഇടങ്ങളിലായിട്ട് പഠിച്ചിരുന്നു. വേൾഡ് വൈഡ് ഇൻ്റർനാഷണൽ ലെവലിലായിരുന്നു പഠനമൊക്കെ ഉണ്ടായിട്ടുള്ളത്. കാരണം അവരുടെ അച്ഛന് പല സ്ഥലങ്ങൾക്ക് മാറേണ്ട ജോബായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. പല സ്കൂളിൽ പഠിച്ചു. അങ്ങനെ 12 ഇയേഴ്സ് ഓൾഡായപ്പോൾ അവർക്ക് തോന്നി അവരുടെ ലൈഫിൻ്റെ പേർപ്പസ് എന്താണെന്ന് ഫീൽ ചെയ്തു. അങ്ങനെ ഓരോ വെക്കേഷൻ ടൈമിലും അവരിങ്ങനെ ഓർഫനേജുകളൊക്കെ വിസിറ്റ് ചെയ്യും. അതേപോലെ മുംബൈയിലോട്ട്, അവരുടെ സിറ്റി ആയിട്ടുള്ള മുംബൈയിലോട്ടും വരും. അങ്ങനെ അവിടുന്ന് കുറേ ഓർഫനേജ് കുട്ടികളെ, ബെഗ് ചെയ്യുന്ന കുട്ടികളൊക്കെ കണ്ടപ്പോൾ ഷെയ്ൻ മിസ്ട്രിക്ക് ഒരു തോട്ട് തോന്നി, ഇവരുടെ ലൈഫ് എങ്ങനെയെങ്കിലും ബെറ്റർ ആക്കണം എന്നുള്ളത്. അങ്ങനെ അവരവരുടെ പാരൻസിനെ കൺവിൻസ് ചെയ്യണം, അവർക്ക് മുംബൈയിൽ നിൽക്കണം, ഇവിടുത്തെ ചിൽഡ്രൻസിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ. അപ്പോൾ പാരൻസ് പറയുന്നുണ്ട്, ഓക്കെ നീ 2 കണ്ടീഷൻ വെക്കും. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഗ്രാജുവേഷന് നീ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ ചെയ്യണം. അതുപോലെ തന്നെ പോസ്റ്റ് ഗ്രാജുവേഷന് നല്ല അബ്രോഡുള്ളൊരു കോളേജിലും ചേരണം എന്നുള്ള ഒരു കണ്ടീഷനിലാണ് അവർ ഇന്ത്യയിൽ നിൽക്കുന്നത്. ഇത്രയാണ് നമ്മൾ നോക്കുന്നത്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം പാർട്ട് 1. അപ്പോൾ അത് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഇനി പാർട്ട് 2 കിടക്കാം കേട്ടോ. നല്ലൊരു കൺട്രിക്ക് ഞാൻ മാറുകയും ചെയ്യും. നെക്സ്റ്റ്, the only place I could think to start was St. Xavier's, where my parents had studied. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഒരേ ഒരു കോളേജേ ഉള്ളൂ. അത് എൻ്റെ പാരൻസ് പഠിച്ച സെൻറ്റ് സേവിയേഴ്സ് എന്ന് പറയുന്ന കോളേജാണ്. I walked into the crowded college office and asked for an appointment to see the principal. ക്രൗഡഡ് ആയിട്ടുള്ള ആ കോളേജിൻ്റെ ഓഫീസിലോട്ട് ഞാൻ നടക്കുകയും ചെയ്തു. എന്നിട്ട് അവിടെ പ്രിൻസിപ്പലിനെ കാണാൻ വേണ്ടിയിട്ട് ഒരു അപ്പോയിൻമെൻറ്റ് ചോദിക്കുകയും ചെയ്തു. അഡ്മിഷൻ ഷട്ട് 3 months earlier, I was told, and the principal doesn't give appointments. 3 മാസം മുമ്പ് തന്നെ അഡ്മിഷൻ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പ്രിൻസിപ്പലിനെ കാണാനുള്ള അപ്പോയിൻമെൻറ്റ് എനിക്ക് കിട്ടിയില്ല. I stood in the corridors outside the office, choking back frustrated. ഞാൻ ആ കൊറിഡോറിൽ നിന്ന്, ആ ഓഫീസിൻ്റെ മുമ്പിലുള്ള കൊറിഡോറിൽ നിന്നു. എന്നിട്ട് ചോക്കിംഗ് ബാക്ക് ഫ്രസ്ട്രേഷൻ. ചോക്കിംഗ് ബാക്ക് എന്ന് വെച്ചാൽ നമ്മളുടെ ഫീലിങ്സ് ഒതുക്കി പിടിച്ചു. ഫ്രസ്ട്രേഷൻ എന്ന് വെച്ചാൽ എന്താണ് അറിയോ? ഫ്രസ്ട്രേഷൻ എന്ന് വെച്ചാൽ നിരാശ തോന്നിയ ആ ഫീലിംഗ് ഒതുക്കി വെച്ചുകൊണ്ട് അവിടെ തന്നെ ആ കൊറിഡോറിൻ്റെ ഔട്ട്സൈഡിൽ നിന്നു. എ സ്റ്റുഡൻറ് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് വിറ്റ്നസ് ദ എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദി പ്രിൻസിപ്പൽ, അസിസ്റ്റൻറ്റ് ആൻഡ് മീ. അതായത് പുറത്ത് നിൽക്കുന്ന ഒരു കുട്ടി ഞാനും പ്രിൻസിപ്പലിൻ്റെ അസിസ്റ്റൻറ്റും തമ്മിലുള്ള ആ ഒരു സംഭാഷണം വിറ്റ്നസ് ചെയ്ത് നിന്നു. അതായത് ഞാൻ പ്രിൻസിപ്പലിനെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആ ഒരു ഇൻസിഡൻറ്റ് വിറ്റ്നസ് ചെയ്തിട്ട് നിന്നു. വിറ്റ്നസ് എന്ന് വെച്ചാൽ സാക്ഷി. ഓക്കെ. He came over and whispered with a wink, "There is a side door to the principal's office. You may want to try that." ആ കുട്ടി എൻ്റെ അടുത്ത് വന്നിട്ട് വിങ്ക് ചെയ്തു. വിങ്ക് എന്ന് പറഞ്ഞാൽ കണ്ണിറുക്കിയിട്ട്. ഓക്കെ. അപ്പോൾ ആ കുട്ടി അവരുടെ അടുത്ത് വന്നിട്ട് എന്ത് ചെയ്തു? ഒരു സ്വകാര്യം പോലെ കണ്ണിറുക്കിയിട്ട് പറഞ്ഞു, ഈ സൈഡ് ഡോർ ഉണ്ട്, പ്രിൻസിപ്പലിൻ്റെ ഓഫീസിലോട്ടൊരു സൈഡ് ഡോർ ഉണ്ട്, അതൊന്ന് ട്രൈ ചെയ്യണോ എന്ന് ചോദിച്ചു. I went straight through the side door. അങ്ങനെ സൈഡ് ഡോറിലൂടെ പോയി. Father de Cruz looked up quizzically and opened his mouth, but before he could say anything, I blurted out what I had rehearsed. "Father, my life is in your hands." അപ്പോൾ ഫാദർ ഡിക്രൂസ് അത് കണ്ടിട്ട്, സൈഡ് ഡോർ കൂടെ വരുന്ന കണ്ടിട്ട്, ക്യൂസിക്കലി എന്ന് വെച്ചാൽ ഒരു ചോദ്യചിഹ്നമായി ഫാദർ എന്താ ഇപ്പോൾ ഈ സൈഡിൽ നിന്ന് വരുന്നത്, അങ്ങനെ ഒരു ഇതിൽ നോക്കുകയാണ് ഷോക്ക്ഡായിട്ട്. ആൻഡ് ഓപ്പൺഡ് ഹിസ് മൗത്ത്, എന്തോ സംസാരിക്കാൻ വന്നു. ബട്ട് ബിഫോർ ഹി കുഡ് സേ എനിത്തിങ്, ഫാദർ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഐ ബ്ലേർട്ടഡ് ഔട്ട് എന്ന് വെച്ചാൽ വിചാരമില്ലാതെ സംസാരിക്കുക എന്നാണ് ബ്ലേർട്ടഡ് ഔട്ടിൻ്റെ മീനിങ്. അതായത് ഒന്നും ആലോചിക്കാതെ നമ്മൾ സംസാരിക്കുക പറയില്ല, അതന്നെ. അപ്പോൾ എന്താണ് റിഹേഴ്സ് ചെയ്തത് അതങ്ങോട്ട് പറയാം. അപ്പോൾ എന്താണ് പറയുന്നത്? മൈ ലൈഫ് ഈസ് ഇൻ യുവർ ഹാൻഡ്.
എൻ്റെ ജീവിതം നിങ്ങളുടെ കയ്യിലാണ് ഫാദർ എന്ന് പറയുന്നുണ്ട്. ഐ വോണ്ട് ടു ഡു സംതിങ് ഫോർ ദി ചിൽഡ്രൻ ഓഫ് ഇന്ത്യ. എനിക്ക് ഇന്ത്യ എന്ന രാജ്യത്തിലെ ചിൽഡ്രൻസിന് വേണ്ടിയിട്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണം. ഐ ഡിഡ്ന്റ് നോ ഹൗ, ഓൺലി ദാറ്റ് ഐ മസ്റ്റ്. എനിക്ക് എങ്ങനെയാണ് എന്നൊന്നറിയില്ല, പക്ഷെ എനിക്ക് ചെയ്യണം. ഹി വാസ് ക്യൂരിയസ് ഇനഫ് ടു ആസ്ക് മീ എ ഫ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് അവർ കോൺവെർസേഷൻ the father thankfully granted me admission to St. Xavier's College. അപ്പോൾ ഫാദർ എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ക്യൂരിയസ് ആയി. ക്യൂരിയസ് എന്ന് വെച്ചാൽ കൗതുകകരമായിട്ട് ഒരു ആകാംക്ഷയോടെ ചോദിക്കുകയാണ്. കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ആൻഡ് ഞങ്ങളുടെ കോൺവെർസേഷൻ്റെ എൻഡ് ആയപ്പോൾ ഫാദർ എനിക്ക് അവിടെ അഡ്മിഷന് ഗ്രാൻറ്റ് ചെയ്യുകയും ചെയ്തു. ഗ്രാൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗ്രാൻറ്റഡ് മീൻസ് അനുവദിച്ചു. അങ്ങനെ അവർക്ക് അവിടെ സെൻറ്റ് സേവിയർ കോളേജിൽ അഡ്മിഷൻ കിട്ടി. ഓക്കെ, ദ അക്കാദമിക് സിസ്റ്റം അറ്റ് സാവിയേഴ്സ് വാസ് ഡിഫറെൻറ്റ് ഫ്രം ദ സിസ്റ്റം ഇൻ ദി US. US-ലുള്ള അക്കാദമിക് സിസ്റ്റത്തിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു സാവിയർ കോളേജിലുള്ള അക്കാദമിക് സിസ്റ്റം. Here, a far more bookish form of learning replaced the academic rigor and intellectual stimulation I had received in മസാച്യുസെറ്റ്സിൽ, അതായത് US-ലെ മസാച്യുസെറ്റ്സിൽ നിന്ന് റിസീവ് ചെയ്ത ഫോം ഓഫ് എഡ്യൂക്കേഷനിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് ഇവിടുത്തെ. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് പറയുന്നത് വെച്ചാൽ ബുക്കിഷ് ഫോം ഓഫ് ലേണിംഗ് ആണ്. ബുക്കിലുള്ള കൂടുതൽ പഠനമായിരുന്നു ഉണ്ടായിരുന്നത്, ബുക്ക് നോക്കിയുള്ള പഠനം. റീപ്ലേസ് ദ അക്കാദമിക് റിഗർ എന്ന് വെച്ചാൽ കാഠിന്യം. ഓക്കെ, അവർ US-ൽ പഠിച്ച ആ അക്കാദമിക് റിഗറും അതേപോലെ ഇൻ്റലക്ച്വൽ സിമുലേഷനും ഒന്നും ഇവിടെ കിട്ടിയില്ല. ഇവിടെ ബുക്കിഷ് ഫോം ഓഫ് ലേണിംഗ് ആയിരുന്നു, ബുക്കിൽ നോക്കിയുള്ള പഠനമായിരുന്നു കൂടുതൽ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഇതിലോട്ട് പോകുമ്പോൾ നമ്മൾ ഷഹീൻ മിസ്ട്രി കുറച്ച് കുട്ടികളുടെ കൂടെ ഇരുന്നിട്ട് സംസാരിക്കുന്ന ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. Then next, I quickly realized that I had been able to learn more in the city beyond the classroom. ആ ഒരു ബുക്കിഷ് ഫോം ഓഫ് ലേണിംഗ് കണ്ടപ്പോൾ തന്നെ എനിക്ക് റിയലൈസ് ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ക്ലാസ് റൂമിൽ നിന്നുള്ള പഠനത്തേക്കാൾ എനിക്ക് ഉത്തമമായിട്ട് തോന്നുന്നത് സിറ്റിയിലൂടെ നടന്നിട്ടുള്ള കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. Now that I lived in India, I wanted to understand it in a different and deeper way that I had during my summer holidays. അപ്പോൾ ഇന്ത്യയിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഇന്ത്യനെ കൂടുതൽ മനസ്സിലാക്കണം, ഡിഫറെൻ്റ് ആയിട്ട് എന്തൊക്കെയാണ് ഇവിടെ ഡിഫറെൻ്റ്, അതേപോലെ ഡീപ്പർ വേ കൂടുതലായിട്ട് മനസ്സിലാക്കണം. മറ്റേത് വെക്കേഷന് 2 മാസം വന്നിട്ടുള്ള പരിചയം മാത്രമല്ല, ഇതിപ്പോൾ ഇവിടെ ലീവ് ചെയ്യാൻ തുടങ്ങുക, അപ്പോൾ അതിൻ്റെ ഡീപ്പർ വേർഷനായിട്ട് മനസ്സിലാക്കാനുണ്ട്. I walked around the city just watching and listening. ഞാൻ സിറ്റിയിലൂടെ നടക്കുമ്പോൾ എല്ലാവരും ഒബ്സർവ് ചെയ്യാനും അതേപോലെ കേൾക്കാനും തുടങ്ങി. One day I walked into a sprawling low-income community which was a maze of tiny alleyways buzzing with life. സ്പ്രൗളിംഗ് എന്ന് വെച്ചാൽ പരന്ന് കിടക്കുന്ന. അപ്പോൾ ഒരു ദിവസം വാക്യം നടന്നപ്പോൾ കുറേ തുരുതുരേനെ പരന്ന് കിടക്കുന്ന കുറേ ലോ ഇൻകം കമ്മ്യൂണിറ്റീനെ കാണാനിടയുണ്ട്. ലോ ഇൻകം കമ്മ്യൂണിറ്റി എന്ന് വെച്ചാൽ കുറഞ്ഞ വരുമാനമുള്ളവരെയാണ് ലോ ഇൻകം കമ്മ്യൂണിറ്റി. വിച്ച് വാസ് എ മേസ് ഓഫ് ടൈനി ആലിവേസ്. അപ്പോൾ അലവേസ് എന്ന് വെച്ചാൽ ഇടവഴികൾ, ഒരു ചെറിയൊരു ടൈനി ആയിട്ടുള്ളൊരു ഇടവഴിയിലൂടെ ഫുൾ ഓഫ് ലൈഫ്, ബസ്സിങ് വിത്ത് ലൈഫ്, അതായത് അത്രയും പരന്ന് കിടക്കുന്ന ഒരു ഏരിയയിലൂടെ കുറേ ആളുകൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുക, ലോ ഇൻകം കമ്മ്യൂണിറ്റിയിലുള്ളത് കാണാനിടയായി. ആൻഡ് എസ്റ്റിമേറ്റഡ് 10,000 people lived here with no running water, no system of waste disposal, and shared 6 dark cubicle toilets that lined an adjoining alley. അപ്പോൾ അവിടെ നോക്കുമ്പോൾ എസ്റ്റിമേഷൻ നോക്കുമ്പോൾ 10,000 ഫാമിലീസ് അവിടെ ജീവിക്കുന്നു, അവിടെ ജനങ്ങൾ 10,000 പേര് ജീവിക്കുന്നുണ്ട്. അവിടെ മര്യാദക്ക് റണ്ണിങ് വാട്ടർ പോലും കിട്ടുന്നില്ല, മര്യാദക്ക് വെള്ളത്തിൻ്റെ ഫെസിലിറ്റി ഇല്ല, വേസ്റ്റ് ഇടാനുള്ള ഫെസിലിറ്റി ഇല്ല. അതേപോലെ ഒരു 6 ഡാർക്ക് ക്യൂബിക്കൽ ടൈപ്പിലുള്ള ടോയ്ലറ്റ് മാത്രമേ അവർക്കുള്ളൂ. അതിലെല്ലാവരും ആ 6 ടോയ്ലറ്റ് എല്ലാവരും ഈ 10,000 പേരും ഷെയർ ചെയ്യുന്ന ടോയ്ലറ്റാണ്. അഡ്ജോയിനിങ് എന്ന് വെച്ചാൽ അടുത്തടുത്ത് ഇങ്ങനെ അടുത്തടുത്ത് തിങ്ങിയുള്ള ടോയ്ലറ്റ്സ് ആണ് കേട്ടോ. ക്യൂബിക്കൽ എന്നൊക്കെ വെച്ചാൽ ഓൾമോസ്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പിൽ ഉള്ളൊരു കുഞ്ഞു ടോയ്ലറ്റ്സ് ആണ് ഉള്ളത്. അപ്പോൾ എന്താ പറയുന്നത്, 10,000 പേര് ലീവ് ചെയ്യുന്ന ഏരിയയിൽ മര്യാദക്ക് പൈപ്പ് വാട്ടർ ഇല്ല, അതേപോലെ വേസ്റ്റ് ഡിസ്പോസൽ ഇല്ല, അതേപോലെ ആകെ 6
ഡാർക്ക്, ലൈറ്റ് പോലും ഒരു ഇരുണ്ട ഒരു ടോയ്ലറ്റ് റൂംസ് ആണുള്ളത്, അതിങ്ങനെ അടുത്തടുത്തായിട്ടുള്ള, അതെല്ലാവരും കൂടി ഷെയർ ചെയ്യായിരുന്നു. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു ലൈഫിൻ്റെ അവസ്ഥ അവർ കണ്ടത് എന്ന് പറയാം. ഐ walked around that afternoon speaking with children, wondering how life would be different if each one of them only had access to the opportunities that would fill their greatest potential. അപ്പോൾ അന്ന് ആഫ്റ്റർനൂൺ അവർ അതിലൂടെ നടന്നിട്ട് ചിൽഡ്രൻസിനോടൊക്കെ സംസാരിക്കാൻ തുടങ്ങി. അപ്പോൾ അവർ വണ്ടർ ചെയ്യാണ്, അവർ ചിന്തിക്കുകയാണ് എന്ത് ഇവരുടെ ലൈഫ് എത്ര ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ അവർക്ക് മര്യാദക്കുള്ള എല്ലാ ആക്സസും ഉണ്ടെങ്കിൽ, അവർക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങളൊക്കെ അവർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ, പ്രോപ്പർ എഡ്യൂക്കേഷൻ, പ്രോപ്പർ വേസ്റ്റ് ഡിസ്പോസൽ, പ്രോപ്പർ ടോയ്ലറ്റ് ഫെസിലിറ്റീസ്, പ്രോപ്പർ വീടുകൾ, പ്രോപ്പർ എന്താ പറയുക, അവർക്ക് കിട്ടേണ്ട എല്ലാം അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവരുടെ ലൈഫ് ഇതിലേറെ ഡിഫറെൻ്റ് ആവും. ആക്സസ് ടു ഓപ്പർച്യൂണിറ്റീസ് ദാറ്റ് വുഡ് ഫിൽ ദെയർ ഗ്രേറ്റസ്റ്റ് പൊട്ടൻഷ്യൽ. അവരുടെ കഴിവുകളൊക്കെ അവർക്ക്, പൊട്ടൻഷ്യാലിറ്റി ഒക്കെ അവർക്ക് കാണിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ ഈ ജീവിതം വുഡ് ബി എൻറ്റയർലി ഡിഫറെൻ്റ് ആയി ഉണ്ടാവില്ലേ എന്ന് അവർ ചിന്തിച്ചു. വാക്കിംഗ് ഡൗൺ ദി നാരോ പാസേജ് വേ ഐ മസ്റ്റ് have looked a little dazed when a soft-spoken girl dressed in a beautiful sari welcomed me into her home. അപ്പോൾ ആ പാസേജ് വേ, ആ നാരോ പാസേജ്, ആ ഇടവഴിയിലൂടെ നടക്കുന്ന ടൈമിൽ ഞാൻ എന്നെ നോക്കുമ്പോൾ ഭയങ്കര ഡേസ്ഡ് ആണ്. ലുക്ക്ഡ് എ ലിറ്റിൽ ഡേസ്ഡ് എന്ന് വെച്ചാൽ അന്താളിച്ച് നിൽക്കുക എന്നാണ്. അതായത് അന്തം വിട്ട് നിൽക്കുന്ന ആ ഒരു ടൈപ്പിലാണ് അവർ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വെൻ എ സോഫ്റ്റ് സ്പോക്കൺ ഗേൾ ഡ്രസ്ഡ് in a beautiful sari welcomed me into her home. അങ്ങനെ ഒരു സോഫ്റ്റ് സ്പോക്കൺ ഗേൾ, ഭയങ്കര മൃദുത്വമായിട്ട് സംസാരിക്കുന്ന ഒരു പെൺകുട്ടി അവരുടെ വീട്ടിലോട്ട് വെൽക്കം ചെയ്തു. ഹെർ നെയിം വാസ് സന്ധ്യ. അവളുടെ പേര് സന്ധ്യ എന്നായിരുന്നു. ഷീ വാസ് ഓൾസോ 18 ലൈക്ക് മീ. അവളും 18 വയസ്സുകാരിയാണ്, എന്നെ പോലെ തന്നെ 18 വയസ്സുകാരിയാണ്. ഷീ ഡിഡിൻ സ്പീക്ക് എ വേർഡ് ഓഫ് ഇംഗ്ലീഷ് ആൻഡ് ഐ ഡിഡിൻ സ്പീക്ക് എ വേർഡ് ഓഫ് ഹിന്ദി. അവൾ എന്നോട് ഇംഗ്ലീഷും സംസാരിച്ചില്ല, ഞാൻ അവളോട് ഹിന്ദിയും സംസാരിച്ചില്ല. ബട്ട് ഷീ സ്മൈൽഡ് ആൻഡ് ലാഫ്ഡ് ആൻഡ് ചാറ്റഡ് എ ലോട്ട് ആൻഡ് ഐ ഫെൽറ്റ് എൻ ഇമ്മീഡിയറ്റ് കണക്ഷൻ വിത്ത് ഹെർ. പക്ഷേ അവൾ എന്നോട് ചിരിച്ചു, ഞങ്ങൾ സംസാരിച്ചു. അതേപോലെ ഭയങ്കര ഇമ്മീഡിയറ്റ് ആയിട്ട്, ഭയങ്കര സംസാരവും ചിരിയും എല്ലാം കൂടി ആയിട്ട് നല്ല ഇമ്മീഡിയറ്റ് ആയിട്ട് അവർക്ക് രണ്ടുപേർക്കും കണക്ട് ചെയ്യാൻ പറ്റി. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഫ്രണ്ട്സ് ആവാൻ തുടങ്ങി. സന്ധ്യാസ് ലൈഫ് വാസ് സോ ഡിഫറെൻറ്റ് ഫ്രം മൈൻ. സന്ധ്യയുടെ ലൈഫ് എൻ്റെ ജീവിതത്തിൽ നിന്ന് കുറേ ഡിഫറെൻ്റ് ആണ്. കാരണം സന്ധ്യ ജീവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, നാരോ പാസേജ് വേ ആണ്, അതേപോലെ ഒരു ലോ ഇൻകം ഗ്രൂപ്പ് എന്നാണ്. അപ്പോൾ അവളുടെ ലൈഫും എൻ്റെ ലൈഫും എൻ്റയർലി ഡിഫറെൻ്റ് ആണെന്ന് പറയാണ് ഷെയ്ൻ മിസ്ട്രി. എവ്രി ഡേ ഐ വുഡ് ഗോ ടു ഹെർ ഹൗസ് ആഫ്റ്റർ കോളേജ്. പിന്നെ എല്ലാ ദിവസങ്ങളിലും ഞാൻ അവളുടെ വീട്ടിലോട്ട് കോളേജിന് ശേഷം പോകാൻ തുടങ്ങി. ഹെർ ഹോം വാസ് സ്മോളർ ദാൻ ദി ബാത്റൂം ഓഫ് മൈ ഹൗസ്. എൻ്റെ വീട്ടിലെ ബാത്റൂമിലേറെ ചെറുതായിരുന്നു അവളുടെ മൊത്തം വീട് എന്ന് പറയുന്നത്. വെൻ എ ഫ്യൂ ചിൽഡ്രൻ പോക്ഡ് ദെയർ ഹെഡ്സ് ഇൻസൈഡ് ദ ഡോർവേ ടു സേ ഹായ് ടു അസ് ഷീ വെൽക്കം ദെം ഇൻ. അപ്പോൾ കുറച്ച് പേര്, അതായത് എന്നെയും അവളെയും കാണുമ്പോൾ കുറച്ച് കുട്ടികൾ അവരുടെ വീടിൻ്റെ ആ വഴിയിൽ വന്നിട്ട് ഹായ് പറയുമായിരുന്നു. പോക്ഡ് എന്ന് വെച്ചാൽ അകത്തോട്ട് ഇങ്ങനെ തലയിട്ട് നോക്കില്ലേ, അതിനാണ് പോക്ഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡോറിൻ്റെ അതിലൂടെ അവർ തല വെച്ച് നോക്കിയിട്ട് ഹായ് പറയുമായിരുന്നു. ദീസ് ചിൽഡ്രൻസ് ഇവൻച്വലി ഫോം ദ ഫസ്റ്റ് ക്ലാസ് ഐ വുഡ് ടീച്ച്. അങ്ങനെ ഈ ചിൽഡ്രൻസ് ആയിരുന്നു, ആ ഹായ് പറഞ്ഞിരുന്ന ചിൽഡ്രൻസിനാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് ക്ലാസ് എടുത്തു കൊടുക്കുന്നത്. ഈച്ച് ഡേ എ ഫ്യൂ മോർ കിഡ്സ് വുഡ് ക്രൗഡ് ഇൻ ടു ദി ലിറ്റിൽ ഹോം ആൻഡ് ആസ്ക് ടു ലേൺ എ ഫ്യൂ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് ഓർ എ ലിറ്റിൽ മാത്സ് ഓർ എ സോങ്. അങ്ങനെ കുറച്ച് ഓരോ ദിവസം കഴിയും തോറും കുറച്ചും കൂടി കുട്ടികളിങ്ങനെ കൂടാൻ തുടങ്ങി. എന്നിട്ട് ആ ക്രൗഡിൽ, ആ വീട്ടിൽ ഇവരെല്ലാവരും കൂടി കൂടിയിട്ട് അവർ ഇംഗ്ലീഷിലെ കുറച്ച് വാക്കുകൾ പഠിക്കും, അല്ലെങ്കിൽ മാത്സ് പഠിക്കും, അല്ലെങ്കിൽ പാട്ട് പഠിക്കാൻ, അങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ ആ ഒരു പഠന രീതി പോയിരുന്നത്. ഈവൻ ദോ ഐ നോ വെരി ലിറ്റിൽ ഓഫ് ഇന്ത്യ ഐ ഫെൽറ്റ് യൂസ്ഫുൾ ആൻഡ് കോൺഫിഡൻറ്റ്. എനിക്ക് ഇന്ത്യനെ കുറിച്ച് കുറച്ച് മാത്രമേ അറിയുള്ളെങ്കിലും എനിക്കിപ്പോൾ യൂസ്ഫുള്ളായി, അതായത് എൻ്റെ ലൈഫിൽ എന്തോ ഒരു ഇമ്പോർട്ടൻ്റ് ഉണ്ട്, എന്തോ ഒരു കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു ഫീലും അതേപോലെ കോൺഫിഡൻസും വരാൻ തുടങ്ങി. ദിസ് ബിക്കെയിം മൈ റൂട്ടീൻ. ഇതൊരു റൂട്ടീനായി മാറി. ഇവരെ പഠിപ്പിക്കുക, ഇവരുടെ വീട്ടിൽ പോവുക, ഇതൊക്കെ ഒരു റൂട്ടീനായി മാറി.
I would leave college as soon as I could and rush to my new world in the community. ഞാനൊരു കോളേജ് എത്ര പെട്ടെന്ന് വിടുന്നോ അത്ര പെട്ടെന്ന് ഞാൻ അവിടുന്ന് പോന്നിട്ട് എൻ്റെ പുതിയ വേൾഡിലോട്ട്, പുതിയ കമ്മ്യൂണിറ്റിയിലോട്ട്, അതായത് ഇവരുടെ ആ സ്ഥലത്തോട്ട് പോവുമായിരുന്നു. ഹിയർ ഐ സോ ട്രൂത്ത് ആൻഡ് ഹോപ്പ്. അവിടെ ഞാൻ കണ്ടത് ഒരു ഹോപ്പായിരുന്നു, ഒരു പ്രതീക്ഷകൾ കണ്ടു. ഈ കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചാൽ ഒരു ട്രൂത്ത്ഫുൾനെസ്സും അവരിൽ ഒരു പ്രതീക്ഷയും ഞാൻ കണ്ടു. ദ ചിൽഡ്രൻ വുഡ് ഷൗട്ട് ദീദി ദീദി. അപ്പോൾ ചിൽഡ്രൻസ് അവളെ വിളിച്ചിരുന്നായിരുന്നു കേട്ടോ, ദീദി ദീദി. എക്സൈറ്റഡ്ലി എന്ന് വെച്ചാൽ ആ കുട്ടികൾ ഇവരെ കാണുമ്പോൾ, ഷൈൻ മിസ്ട്രിനെ കാണുമ്പോൾ തന്നെ ആവേശത്തോടു കൂടി ദീദി ദീദി എന്ന് വിളിക്കുകയായിരുന്നു. ദിസ് വാസ് സ്ട്രേറ്റ് ടു ഫീൽ ലൈക്ക് എ ലോങ് ലൈഫ് കമ്മിറ്റ്മെൻറ്റ്. ഇത് ആ ഒരു വിളി തന്നെ എനിക്കൊരു ഭയങ്കര ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. അവരോടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് ആ വിളിയിലൂടെ തന്നെ അവരോട് അത്രയും അറ്റാച്ച്മെൻറ്റ്. കാരണം ദീദി എന്നുള്ള വേർഡിൻ്റെ അർത്ഥം ചേച്ചി എന്നാണല്ലോ. അറ്റാച്ച്മെൻറ്റ് എനിക്ക് ഫീൽ ചെയ്യുമായിരുന്നു. ആകാംക്ഷ വാസ് ബോൺ ഓഫ് ദി സിമ്പിൾ ഐഡിയ ദാറ്റ് ഇന്ത്യ had people who could teach, spaces that could be utilized as classroom, and the fund with which to educate all the children. അപ്പോൾ ഈ ആകാംക്ഷ എന്ന് പറയുന്ന ഫൗണ്ടേഷൻ ഈ സിമ്പിൾ ഐഡിയ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. എന്തായിരുന്നു ആ ഐഡിയ പറഞ്ഞത്? ഇന്ത്യ ഹാസ് പീപ്പിൾ ടു ടീച്ച് ചെയ്യാനുള്ള ആളുകളുണ്ട് ഇന്ത്യയിൽ. അതേപോലെ ക്ലാസ് റൂമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ പ്ലേസസ് ഉണ്ട് ഇന്ത്യയിൽ. അതേപോലെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഈ ചിൽഡ്രൻസിനെ, ഇവരെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യാനുള്ള ഫണ്ടും ഉണ്ട് ഇന്ത്യയിൽ. അങ്ങനത്തെ ഒരു കോൺസെപ്റ്റിൽ, ആ ഐഡിയയിലൂടെയാണ് ആകാംക്ഷ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ആ ഫൗണ്ടേഷൻ ഷഹീൻ മിസ്ട്രി തുടങ്ങിയത്. എവറിത്തിങ് എക്സിസ്റ്റ്, ഐ ജസ്റ്റ് നീഡ് ടു ഫൈൻഡ് എ വേ ടു ബ്രിങ് ഓൾ ടുഗെദർ. എല്ലാം ഉണ്ട് ഇന്ത്യയിൽ, പക്ഷെ എനിക്കൊരു വഴി തെളിയണം ഇതെല്ലാം കൂടി ഒപ്പം കൊണ്ടുവരാനുള്ള. ദ പീപ്പിൾ ഇൻ ദി കമ്മ്യൂണിറ്റി വാണ്ടഡ് ഓൺലി 3 things: ഹൗസിംഗ്, വാട്ടർ ആൻഡ് എഡ്യൂക്കേഷൻ. ആ കമ്മ്യൂണിറ്റിയിൽ, അതായത് ആ ലോ ഇൻകം ഗ്രൂപ്പിലുള്ള ആ ഒരു പ്രദേശത്തുള്ളവർക്ക് ആവശ്യമുള്ളത് 3 കാര്യങ്ങളായിരുന്നു. ഫസ്റ്റ് തിങ് ഹൗസ്, രണ്ടാമത്തത് വാട്ടർ ആൻഡ് മൂന്നാമത്തത് എഡ്യൂക്കേഷൻ. അവർക്കൊരു പ്രോപ്പർ വീട് വേണമായിരുന്നു, വെള്ളത്തിൻ്റെ ഫെസിലിറ്റി വേണമായിരുന്നു, അതേപോലെ എഡ്യൂക്കേഷനും വേണമായിരുന്നു. ഐ റിയലൈസ് ദാറ്റ് ഇഫ് ഐ വാണ്ടഡ് ദ സ്റ്റുഡൻസ് ടു ടേക്ക് സ്കൂൾ സീരിയസ്ലി, ദേ നീഡഡ് ആൻ എൻവയൺമെൻറ്റ് ഫ്രീ ഓഫ് കമ്മ്യൂണിറ്റീസ് ഡിസ്ട്രാക്ഷൻസ്. അപ്പോൾ എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി സ്കൂൾ എന്നുള്ള ആ ഒരു സംഭവം ഈ കുട്ടികൾ സീരിയസ് ആയിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ, ഡിസ്ട്രാക്ഷൻസ് എന്ന് വെച്ചാൽ മറ്റൊന്നിലോട്ട് അവരെ ഡിസ്ട്രാക്ട് ചെയ്യാതെ, ഒരു ശ്രദ്ധ തിരിക്കാതെ, അവർക്ക് ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ അതായത് എൻവയൺമെൻറ്റ് ഫ്രീ, അവരെ ശ്രദ്ധയൊക്കെ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിലോട്ട് കൊണ്ടുവരണം. അവരുടെ ബാക്കിയുള്ള ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഇല്ലാണ്ടാക്കണം. സോ വി സ്റ്റാർട്ടഡ് ദ സെർച്ച് ഫോർ അവർ ഫസ്റ്റ് ആകാംക്ഷ സെൻറ്റർ സ്പേസ്. അങ്ങനെയാണ്, അതായത് അവർക്ക് ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ ഒരു പ്ലേസ് കണ്ടെത്തണം എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് ഞങ്ങൾ ആകാംക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ആകാംക്ഷ ഫൗണ്ടേഷന് വേണ്ടിയിട്ടൊരു നല്ലൊരു സ്പേസ് നോക്കുന്നത്. I approached 20 schools in the city requesting to give just one classroom in their school building for 3 hours every evening. ഞാൻ ഓൾമോസ്റ്റ് ഒരു 20 സ്കൂളുകളെ അപ്രോച്ച് ചെയ്തു. എന്നിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്തു, അപേക്ഷിച്ചു അവരുടെ ഒരു ക്ലാസ് റൂം ഈവനിങ്ങിൽ തരണം, 3 മണിക്കൂറിന് അവരുടെ ഒരു ക്ലാസ് റൂം ഈവനിങ്ങിൽ തരണം. ആൾ ഓഫ് ദം റിഫ്യൂസ്ഡ് ഫോർ ദ മോസ്റ്റ് ഇല്ലോജിക്കൽ റീസൺസ്. എല്ലാവരും, അത് ഞാൻ ചോദിച്ചവരെല്ലാവരും അത് റിഫ്യൂസ് ചെയ്തു, അത് നടക്കില്ല എന്ന് പറഞ്ഞു. അതിനൊക്കെ അവർ കാരണമായിട്ട് കുറേ ഇല്ലോജിക്കൽ റീസൺസ് തന്നു. ഇല്ലോജിക്കൽ എന്ന് വെച്ചാൽ ന്യായമില്ലാത്ത കുറേ കാരണങ്ങൾ അവരൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു. Some administrators claimed that the idea of teaching underprivileged children was way too revolutionary, while others complained that they would spread disease to other students. അപ്പോൾ ചില അഡ്മിനിസ്ട്രേറ്റേഴ്സ് പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ അണ്ടർ പ്രിവിലേജ്ഡ് സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ ചിൽഡ്രൻസിനെ, അണ്ടർ പ്രിവിലേജ്ഡ് എന്ന് വെച്ചാൽ വേർഡ് മീനിങ് എന്താ പറയുക, അടിസ്ഥാന ജീവിത സൗകര്യങ്ങളും അവകാശങ്ങളും നിരോധിച്ചവർ, അതായത് അത്രയും ലോ ഇൻകം ഗ്രൂപ്പിൽ പെട്ടവരാണ് കേട്ടോ അണ്ടർ പ്രിവിലേജ്ഡ് എന്ന് വെച്ചാൽ. അങ്ങനത്തെ ചിൽഡ്രൻസിനെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു റെവല്യൂഷണറി ആണ് എന്ന് പറഞ്ഞു ചിലവർ.
വേറെ ചിലർ പറഞ്ഞത് ഇങ്ങനത്തെ കുട്ടികൾ പഠിപ്പിക്കുമ്പോൾ അവർ ബാക്കിയുള്ള കുട്ടികൾക്കും അസുഖങ്ങൾ കൊണ്ടുവരും, അസുഖങ്ങളൊക്കെ ആയിട്ടായിരിക്കും അവർ വരുന്നുണ്ടാവുക, അത് ബാക്കിയുള്ള കുട്ടികൾക്കും വരും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ഇല്ലോജിക്കൽ റീസൺസ് ആണ് എല്ലാവരും കൊടുത്തത്. പ്രിൻസിപ്പാൾ ഓഫ് എ റെപ്യൂട്ടഡ് സ്കൂൾ ഈവൻ കംപ്ലൈൻഡ് ഹൗ ഷീ സിംപ്ലി കുഡിൻറ്റ് അലൗ ദ ചിൽഡ്രൻസ് ഇൻ ടു ഹെർ സ്കൂൾ ആസ് ദ ക്ലാസ് ബാങ്കിൾ വോ ബൈ ദി ഡോട്ടേഴ്സ് ഓഫ് ദി ഫിഷർമാൻ വുഡ് സ്ക്രാച്ച് ദ ഡെസ്ക് ഓഫ് ഹെർ ക്ലാസ് റൂം. അപ്പോൾ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള സ്കൂളിൽ ഒരു പ്രിൻസിപ്പാൾ ഒരു കാരണം, ഒരു റീസൺ, ഒരു ഇല്ലോജിക്കൽ റീസൺ പറയാണ്. ഇവർ ഈ മുക്കമാറ്റ കുട്ടികളൊക്കെ ആവുമല്ലേ ഈ ആകാംക്ഷയിൽ പഠിക്കാൻ വരുന്നത്, അതായത് അത്രയും ലോ ക്ലാസ് പീപ്പിൾസ് ആണല്ലോ, അവരുടെ വളകൾ, ഈ പൊട്ടുന്ന ബാംഗിൾസ്, കുപ്പിവളകൾ പോലത്തെ ആ ബാംഗിൾസ് തട്ടിയിട്ട് അവരുടെ ഡെസ്കിലൊക്കെ അടയാളം, സ്ക്രാച്ചസ് വരും എന്ന് പറഞ്ഞിട്ടാണ് ഒരു റെപ്യൂട്ടഡ് സ്കൂളിലെ പ്രിൻസിപ്പൽ അവരെ ഒഴിവാക്കുന്നത്. ഫൈനലി വെൻ ഐ വാസ് ആൾമോസ്റ്റ് റെഡി ടു ഗീവ് അപ്പ് ദ പ്രിൻസിപ്പൽ ഓഫ് ദി ഹോളി നെയിം ഹൈ സ്കൂൾ ഇൻ കൊലാബ എഗ്രി ടു ഗീവ് എ റൂം. അങ്ങനെ ഫൈനലി ഞാൻ ഗീവ് അപ്പ് ചെയ്യാനുള്ളൊരു ടൈം ആയപ്പോൾ, ഇത് നടക്കില്ല എന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഹോളി നെയിം ഹൈ സ്കൂൾ ഇൻ കൊലാബ, അവിടെയുള്ള ആ ഹൈസ്കൂളിൻ്റെ പ്രിൻസിപ്പൾ അവർക്കൊരു ക്ലാസ് റൂം അലൗ ചെയ്തു. ദാറ്റ് ബിക്കം ദ ഫസ്റ്റ് ആകാംക്ഷ സെൻറ്റർ. അങ്ങനെ അവിടെയായിരുന്നു ഫസ്റ്റത്തെ ആകാംക്ഷ സെൻറ്ററായിട്ട് മാറിയത്, അവരായിരുന്നു ഫസ്റ്റ് സ്പേസ് കൊടുത്തത്. അപ്പോൾ അവിടെയായിരുന്നു ഫസ്റ്റ് ആകാംക്ഷ സെൻറ്റർ നടന്നത്. I mobilized volunteers from St. Xavier's to teach and made a rough plan of what they would teach. ഞാൻ മോബിലൈസ് എന്ന് വെച്ചാൽ ഇവിടെ അസംബിൾഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ സെൻറ്റ് സേവിയറിൽ ഞാൻ കുറച്ച് വോളണ്ടിയേഴ്സിനെ അസംബിൾ ചെയ്തു, ടീച്ച് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളെ അസംബിൾ ചെയ്തിട്ട് അവർക്കൊരു റഫ് പ്ലാനൊക്കെ കൊടുത്തു, എന്ത് പഠിപ്പിക്കണം എന്നൊക്കെ. ഐ ജസ്റ്റ് വാണ്ടഡ് ദ ക്ലാസ് ടു ബി എ പ്ലേസ് വേർ ദ ചിൽഡ്രൻ ക്യാൻ ഫീൽ സേഫ്, എ സ്പേസ് വേർ ദേ ക്യാൻ ലീവ് ദി ഡിഫിക്കൽട്ടീസ് ഓഫ് ദിയർ ലൈഫ്സ് ബിഹൈൻഡ് ആൻഡ് ജസ്റ്റ് ബി ചിൽഡ്രൻ. അപ്പോൾ എൻ്റെ ക്ലാസ് റൂം എനിക്ക് എങ്ങനെ ആവണം എന്നുള്ളതാണ് ഷഹീൻ മിസ്ട്രി പറയുന്നത്. അതായത് എങ്ങനെ ഇരിക്കണം, അവർക്ക് ഫീൽ സേഫായിട്ട്, ആ ചിൽഡ്രൻസിന് അവിടെ ഇരിക്കുമ്പോൾ സേഫായിട്ട് തോന്നണം. അതേപോലെ അവരുടെ ഡിഫിക്കൽട്ടീസ്, അവരുടെ ലൈഫിലുള്ള കുറേ ബുദ്ധിമുട്ടുകൾ, കാര്യങ്ങളൊക്കെ അവർ അത് മീൻസ് അതൊന്നും അവിടെ ഓർക്കരുത്. അവർ ആ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ അതൊന്നും അവരുടെ ഓർമ്മയിൽ ഉണ്ടാവേണ്ടത് ഒരു സേഫ് പ്ലേസ് ആവണം അവർക്ക്. അവർ ഒരു ചിൽഡ്രൻസിനെ പോലെ, എല്ലാ കുട്ടികളും എൻജോയ് ചെയ്യുന്ന പോലെ അവരും എൻജോയ് ചെയ്ത് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിരിക്കണം. ആകാംക്ഷ ഫോർമലി കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഇൻ 1991. അങ്ങനെ ആകാംക്ഷ എക്സിസ്റ്റ് ചെയ്തത് 1991 തുടക്കമിട്ടത്. ഫ്രം എ സിംഗിൾ ക്ലാസ് റൂം വിത്ത് 15 ചിൽഡ്രൻസ്, ആകാംക്ഷ ഗ്രൂ ടു 58 സെൻറ്റേഴ്സ് ആൻഡ് 6 സ്കൂൾസ് വിത്ത് ഓവർ 3,500 സ്റ്റുഡൻസ്. അങ്ങനെ ആദ്യം ആകാംക്ഷയിൽ ആകെ ഉണ്ടായിരുന്നത് എത്ര പേരാണ്? 15 കുട്ടികളും ഒറ്റൊരു ക്ലാസ് റൂമും ആയിട്ട് നടന്നിരുന്ന ആകാംക്ഷ സെൻറ്റർ പിന്നെ 58 സെൻറ്റേഴ്സ് അവർക്ക് ഓപ്പൺ ചെയ്യാൻ തുടങ്ങി, 6 സ്കൂളുകളിലായിട്ട്. അതിലൂടെ 3500 ചിൽഡ്രൻസ് പഠിക്കുന്നുണ്ടായിരുന്നു. ദ പ്രോഗ്രാം ഡെവലപ്ഡ് വെരി ഓർഗാനിക്കലി ഓവർ ഇയേഴ്സ്. അങ്ങനെ ആ പ്രോഗ്രാം വളരെ നാച്ചുറലായിട്ട് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി ഓരോ വർഷം തോറും. ലൈക്ക് എ സൂപ്പ് മെയ്ഡ് സ്പെഷ്യൽ ബൈ ഷെഫ്സ് ടോസിങ് ഇൻ വാട്ട്സ് നീഡഡ് ആഫ്റ്റർ ഈച്ച് ടേസ്റ്റിംഗ്. അവിടെ ഒരു എക്സാമ്പിളായിട്ട് പറയാം, ഒരു സൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഷെഫ്മാർ എങ്ങനെയായിരിക്കും ഉണ്ടാക്കുക, അതിലോട്ട് വേണ്ട സാധനങ്ങൾ ഇങ്ങനെ ആഡ് ചെയ്ത് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ എന്തെങ്കിലും വേണം ആഡ് ചെയ്യുക, പിന്നെ എന്തെങ്കിലും. അങ്ങനെയായിരുന്നു ആകാംക്ഷ ഫൗണ്ടേഷൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ആവശ്യമുള്ളത് പിന്നെ ആഡ് ചെയ്തിട്ട് അങ്ങനെ ഓവർ ദി ഇയേഴ്സ് പതുക്കെയാണ് അവർ ഡെവലപ്പ് ചെയ്ത് വന്നത് പറയുന്നത്. എ ബ്ലെൻഡ് ഓൾ ഇറ്റ്സ് ഓൺ. അതിന് വേണ്ടതൊക്കെ ബ്ലെൻഡായിട്ട് അതിന് വേണ്ട ആവശ്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടായിരുന്നു അവരുടെ ഡെവലപ്മെൻറ്റ്. അതായത് അത്രയും എന്താ പറയുക കരുതലോടുകൂടിയും അവർക്ക് വേണ്ട കാര്യങ്ങളോടുകൂടിയും അതായത് അത്രയും ഡെവലപ്ഡായി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ദ സ്റ്റോക്ക് ഇൻഗ്രീഡിയൻറ്റ് വേർ ബേസിക് ഇംഗ്ലീഷ് ആൻഡ് മാത്സ് ടു ദാറ്റ് എ ഡിഷ് ഓഫ് വാല്യൂസ്, സെൽഫ് എക്സ്റ്റീം ആൻഡ് കോൺഫിഡൻസ്. അപ്പോൾ എന്തായിരുന്നു അവരുടെ സ്റ്റോക്ക് ഇൻഗ്രീഡിയൻറ്റ്? മെയിനായിട്ട് അവർ പഠിപ്പിച്ചിരുന്നത് ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷും അതേപോലെ മാത്സും അതേപോലെ ഡാഷ് ഓഫ് വാല്യൂസ്, കുറച്ച് വാല്യൂസ് കാര്യങ്ങൾ, അതേപോലെ സെൽഫ് എക്സ്റ്റീം സ്വന്തമുള്ള അവരുടെ കുറേ കാര്യങ്ങൾ, സ്വന്തമുള്ള അവരുടെ ആത്മാഭിമാനം, അതേപോലെ കോൺഫിഡൻസ് ആത്മവിശ്വാസം, ഇതൊക്കെയായിരുന്നു അവർ കൊടുത്തിരുന്ന സ്റ്റോക്ക് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ദീദി പറയുന്ന ചാപ്റ്റർ കേട്ടോ. എക്സ്പേർട്ട് ഫ്രം റീഡ്രോയിങ് ഇന്ത്യ ബൈ ഷെയ്ൻ മിസ്ട്രി ആൻഡ് കോവിദ് ഗുപ്ത. ഷെയ്ൻ മിസ്ട്രിയും കോവിദ് ഗുപ്തയും റൈറ്റ് ചെയ്ത റീഡ്രോയിങ് ഇന്ത്യ എന്ന് പറയുന്ന ഇതിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് ഈ ഒരു റിയൽ റൈറ്റിംഗ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ദീദി എന്ന്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അടുത്ത ചാപ്റ്ററായിട്ട് കാണാം. താങ്ക് യു ഓൾ. ബൈ.